بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 34 വീഡിയോകൾ നമ്മൾ ഇതുവരെ എടുത്തു. അതിൽ 9 വീഡിയോ യാസീൻ സൂറത്തിനും 19 വീഡിയോ സൂറത്ത് യൂസുഫിനും ബാക്കി 6 വീഡിയോകൾ ഫിഖിയായ മസലകൾ സംബന്ധിച്ചു. സൂറത്ത് യൂസുഫും കഴിഞ്ഞതാണ്. അടുത്ത് തന്നെ മറ്റൊരു സൂറത്ത് തുടങ്ങുന്നതായിരിക്കും. ഇന്ന് എടുക്കുന്ന വീഡിയോയിൽ നോമ്പിൻ്റെ കാര്യങ്ങൾ തന്നെ തുടർച്ചയായി എടുക്കുകയാണ്. 2 വീഡിയോയും കൂടിയും ആ ഐറ്റത്തിലുണ്ടാകും ഇൻഷാ അല്ലാഹ്. നോമ്പ് ബാത്തിലാവുന്ന കാര്യങ്ങളാണ്. ബാത്തിലാവുമെന്ന് പറഞ്ഞാൽ നോമ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ നോമ്പ് നിഷ്ഫലമായി പോവുക. അത് പ്രത്യേകിച്ച് ചില കാരണങ്ങളുണ്ടെങ്കിലാണ് ബാത്തിലായി പോകുന്നത്. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, പിന്നെ ഇത് രണ്ടും മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയും. മനഃപൂർവ്വം എന്ന് പറയുമ്പോൾ മറന്നിട്ട് ചെയ്താൽ നോമ്പ് മുറിയില്ല. അതുപോലെ അബദ്ധത്തിൽപ്പെട്ടിട്ട് ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ വെള്ളം കുടിച്ചു, അതുകൊണ്ട് നോമ്പ് മുറിയില്ല, അബദ്ധവശാൽ. പിന്നെ ഇക്റാഹ് എന്ന് പറഞ്ഞാൽ മുക്രഹായിട്ട് ഒരാൾ നിർബന്ധിക്കുക നമ്മളെ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞ് പേടിപ്പെടുത്തി അങ്ങനെ ഭീഷണി ഉണ്ടായി അങ്ങനെ പറഞ്ഞ മാതിരി ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള തോന്നൽ എനിക്കുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ചിലപ്പോൾ വെള്ളം കുടിച്ചേക്കാം. അങ്ങനെ നോമ്പ് മുറിച്ചാൽ അതിലും കുറ്റമില്ല. അപ്പോൾ മറന്നിട്ടോ അബദ്ധവശാലോ ഭീഷണിക്ക് വിധേയനായിട്ടോ നിർബന്ധിതനായി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുകയൊക്കെ ചെയ്താൽ നോമ്പ് മുറിയില്ല. മനഃപൂർവ്വം ചെയ്താൽ നോമ്പ് മുറി. പിന്നെ ഒരാൾ ഛർദ്ദിക്കുക, ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. അപ്പോൾ എല്ലാം ഈ പറഞ്ഞ നോമ്പ് മുറിയുന്ന ഇതിലെല്ലാം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഛർദി ഓട്ടോമാറ്റിക്കായിട്ട് ഛർദി വന്നു അങ്ങനെ ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയില്ല. അപ്പോൾ അവൻ നോമ്പുകാരൻ ഛർദ്ദിച്ചാൽ തന്നെ ആ നോമ്പായിട്ട് മുന്നോട്ട് പോകണം. നോമ്പ് മുറിഞ്ഞില്ലല്ലോ. ഇത് സംബന്ധമായ ഹദീസ് ഞാൻ വായിക്കാം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നസിയ വഹുവ സായിമുൻ ഫഅക്കല വശരിബ ഫൽയുതിമ്മ സൗമഹു ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖ. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോമ്പുകാരനായ ഒരാൾ മറന്നിട്ട് ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, എന്നാൽ നോമ്പ് മുറിയില്ല. അവൻ്റെ നോമ്പുകാരനായി തന്നെ തുടർന്ന് പോകട്ടെ. അവൻ ഭക്ഷണം കഴിച്ചതും അവൻ വെള്ളം കുടിച്ചതും ഒക്കെ അള്ളാഹുവിൻ്റെ തഖ്ദീർ അനുസരിച്ചാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവനതിൽ കുറ്റമില്ല, അവൻ്റെ നോമ്പ് മുറിഞ്ഞിട്ടുമില്ല എന്ന് കണക്കാക്കണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഫ്തറ ഫീ റമളാൻ നാസിയൻ ഫലാ ഖളാ അലൈഹി വലാ കഫാറത. മറന്നിട്ട് ഒരാൾ നോമ്പ് മുറിച്ചു റമളാൻ മാസത്തിൽ, എന്നാൽ അവന് ഖളാ ഇല്ല. ഖളാ മറന്നിട്ടായതുകൊണ്ട് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. അവൻ്റെ നോമ്പ് മുറിഞ്ഞിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ പേരിൽ അവന് ഖളായിന് ആവശ്യമില്ല. കഫാറത്തും വേണ്ട. കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് ചില കാര്യങ്ങൾക്ക് കഫാറത്ത് വേണ്ടി വരും. അത് പിന്നെ ചർച്ച ചെയ്യാം നമുക്ക്. പിന്നെ ഹൈദ് നിഫാസുള്ള സ്ത്രീകൾ, നോമ്പെടുത്ത സമയത്ത് ഹൈദ് നിഫാസ് ഉണ്ടായി. നിഫാസ് പറഞ്ഞാൽ പ്രസവിച്ചു, ഒരു കുട്ടിയെ പ്രസവിച്ചു, അപ്പോൾ നോമ്പ് ബാത്തിലായി. ഹൈലുണ്ടായി, അപ്പോഴും നോമ്പ് ബാത്തിലായി. അത് 2 മിനിറ്റ് നോമ്പ് തുറക്കാൻ 2 മിനിറ്റ് മുമ്പാണെങ്കിൽ പോലും നോമ്പുകാരിയായി തുടരൽ ഹറാമാണ്.
2 മിനിറ്റിലുള്ള നോമ്പിറക്കാൻ, അത് കഴിഞ്ഞപ്പോൾ നോമ്പിറക്കാനാവാം എന്ന് വെച്ചിട്ട് നിന്നാൽ അത് ഹറാമാണ്. 2 മിനിറ്റ് സമയമുള്ളെങ്കിൽ പോലും നമ്മളൊരു ഹറാമ് ചെയ്തു എന്ന് പറയാം. നോമ്പിൽ അത് നോമ്പിന് ഗുണം ചെയ്യുകയില്ല. നോമ്പ് ഖളാ കിട്ടണം. പിന്നെ ഒരു നോമ്പുകാരൻ നോമ്പുള്ള സമയത്ത് ഞാൻ നോമ്പ് മുറിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും പ്രതിബന്ധം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് മുറിക്കുകയാണെന്ന് കരുതിയാൽ മതി, അവൻ്റെ നോമ്പ് പോയി. അവൻ ഖളാ കിട്ടണം. ഇനി സുബഹി ആയിട്ടില്ല, അപ്പോൾ ഭക്ഷണം കഴിക്കാമല്ലോ. സുബഹി ആയിട്ടില്ല എന്നൊരാൾ ധരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. പക്ഷേ സുബഹിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ അവന് പിന്നെ നോമ്പ് കിട്ടിയില്ല, നോമ്പ് ഖളാ കിട്ടണം. അതുപോലെ സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതിയിട്ട് അവൻ നോമ്പ് മുറിച്ചു. സൂര്യൻ അസ്തമിച്ചിട്ടില്ലായിരുന്നു, അവനെന്തോ തെറ്റിദ്ധരിച്ചു പോയി, അങ്ങനെ നോമ്പ് മുറിച്ചാൽ ആ നോമ്പും ഖളാ കിട്ടണം. അപ്പം ഇങ്ങനെ 2 നിലക്കും നോമ്പ് ഖളാ വീട്ടണം എന്നുള്ളത് 4 മദ്ഹബിൻ്റെ ഇമാമുകൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, ചെയ്താൽ നോമ്പ് മുറിയുന്നു. ഇനി ഗീബത്ത്, നമീമത്ത് പോലെയുള്ള കാര്യങ്ങൾ പറയാം. കണ്ണ് ഹറാമുകൾ നോക്കിക്കാണുക കണ്ണുകൊണ്ട്. നാവ് കൊണ്ട് ഗീബത്ത്, നമീമത്ത് പോലെയുള്ള കാര്യങ്ങൾ പറയാം, കളവ് പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ ഗീബത്ത്, നമീമത്ത് പറയുന്നത് കേൾക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നോമ്പിന് പരിപൂർണതയില്ല എന്ന് നമ്മളാരും കണക്കാക്കില്ല. പക്ഷേ നമ്മൾക്ക് ഈ പറയുന്നതിൽ നിന്ന് ഗുണപാഠം ഉണ്ടാവണം, അതിനുവേണ്ടി അത് പറയുന്നു. നോമ്പുള്ളപ്പോൾ പ്രത്യേകിച്ച് മഹാന്മാരായ ആളുകൾ, ഔലിയാക്കന്മാരും സാലിഹ്യങ്ങളൊക്കെ ഇതിനവർ വല്ലാതെ കണക്കിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പിന് പരിപൂർണത ലഭിക്കില്ല എന്നുള്ളതാണ് അവർ ഈ പറയുന്നത്. 6 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങൾ ഇമാം ഗസാലി അവരുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളാണ്. നോമ്പിന് തമാമ് കിട്ടാൻ, പരിപൂർണത കിട്ടാൻ ഈ 6 കാര്യങ്ങൾ സാലിഹ്യങ്ങളും ഔലിയാക്കന്മാരും വളരെ കെയർ ചെയ്തിരുന്നു. അവർ അതനുസരിച്ചായിരുന്നു നോമ്പ് പിടിച്ചിരുന്നത്. 1-ാമത്തെ കാര്യം റദ്ദുൽ ബസർ, കണ്ണടയ്ക്കുക. ഹറാമായ ഭാഗങ്ങളിലേക്ക് നോക്കി കാണാതിരിക്കുക. അതാണ് റദ്ദുൽ ബസർ എന്ന് പറഞ്ഞാൽ. ഈ വിഷയമായി ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. റദ്ദുൽ ബസർ, നൂർ സൂറത്തിൽ അല്ലാഹു തആല 30-31 ആയത്തുകൾ പറയുന്നത് കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും എന്ന ഒരു ആയത്ത് പൂർണ്ണമായിട്ട് ഞാൻ ഓതിയിട്ടില്ല. അതുപോലെ തന്നെ കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളൂന ഫുറൂജഹുന്ന, ഇങ്ങനെ ഈ 2 ആയത്തും, ഇത് 2 ആയത്തിൽ നിന്നും കിട്ടുന്നത് എന്താ? കണ്ണടക്കണം. മുഅ്മിനാത്തുകൾ കണ്ണടക്കണം. ഹറാമായ കാര്യങ്ങൾ നോക്കിക്കാണാൻ പാടില്ല. ഇത് നോമ്പുള്ള നേരത്താണെങ്കിൽ ഒരു പ്രതിഫലം കിട്ടില്ല, നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുക. അപ്പോൾ അതിൻ്റെ പേരിൽ അത് ഖുർആനിൽ പറഞ്ഞ ആയത്തുകളാണ് നമുക്കതിനൊക്കെ ദലീലായിട്ട് എടുക്കാനുള്ളത്. ഈ ഗസാലി ഇമാം ഇഹ്യയിൽ പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഖുർആൻ അനുസരിച്ചാണ്. അതാണ് ഔലിയാക്കന്മാരുടെ ശൈലി. ഈ ഔലിയാക്കന്മാരുടെ ഈ ശൈലിയിൽ നിന്ന് നമ്മൾക്ക് ഗുണപാഠം ലഭിക്കണം. അതിനുവേണ്ടിയാണ് ഇത് ഇവിടെ എടുത്ത് പറയുന്നത്. പിന്നെ ഹിഫ്ലുൽ ലിസാനാണ് 2-ാമത്തെ കാര്യം. ഹിഫ്ലുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിനെ സൂക്ഷിക്കുക. നാവ് കൊണ്ട് കളവ് പറയുക, ഗീബത്തിന് മിനത്ത് പറയുക പോലെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അത് നോമ്പുകാർക്ക് പ്രത്യേകിച്ച് പാടില്ല, പ്രതിഫലം നഷ്ടപ്പെടുന്ന കാര്യമാണ്.
അത് സംബന്ധമായ 2 ഹദീസുകൾ ഞാൻ വായിക്കാം. കുലിൽ ഹക്ക വൈങ്കാന മുഴുവൻ, സത്യം പറയണം കയ്പുള്ളതാണെങ്കിൽ പോലും. സത്യം പറയാൻ വളരെ വിഷമമുണ്ട്. കയ്പുള്ളൊരു പാനീയം കുടിക്കുന്നത് പോലെ അത്രയും വിഷമിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുമോ സത്യം പറയുകയാണെങ്കിൽ? അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ പോലും സത്യം പറയാവൂ, കളവ് പറയരുത്. പിന്നെ വേറൊരു ഹദീസിൽ അൽ മുഹ്താബു അൽ മുസ്തമിഉ ശരീക്കാനി ഫിൽ ഇസ്മ, പരദൂഷണം പറയുന്നവനും അത് കേൾക്കുന്നവനും കുറ്റത്തിൽ തുല്യ പങ്കാളികളാണ്. മാലമിഗ്രഹൽ മുസ്തമിഉ, കേൾക്കുന്നവൻ അതിന് നിഷേധിച്ചിട്ടില്ലെങ്കിൽ. ഞാൻ ഇവിടെ ഒരു സദസ്സിൽ വരുന്നതിന് മുമ്പ് ഒരാൾ ഇരുന്നിട്ട് 2 ആൾ ഇരുന്നിട്ട് പരദൂഷണം പറയാം. അപ്പം ഞാൻ വന്നു, ഞാൻ ഈ പരദൂഷണം പറയുന്നതിൽ പങ്കില്ല എന്നെങ്കിലും അവരെ അറിയിക്കണം. അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് ഞാനും അതിൽ പങ്കാളിയായി പരദൂഷണം പറയുന്നതിനെ പോലെ ഒരു പങ്ക് എനിക്ക് കുറ്റത്തിൽ എനിക്കുണ്ടാകും. അതുകൊണ്ട് പരദൂഷണം പറയുന്നവൻ മാത്രമല്ല, അത് കേൾക്കുന്നവനും അതിന് എസ് മൂടുന്നവനും ഒക്കെ കുറ്റത്തിൽ പങ്കാളികളാണ്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഖുർആൻ എന്ത് പറയുന്ന വിഷയമായിട്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ തഖ്വയുള്ളവരാവണം. വഖൂലു, നിങ്ങൾ പറയണം, ഖൗലൻ സദീദ, നല്ല വാക്കുകൾ പറയണം. എപ്പോൾ നോക്കിയാലും പറയും, നിങ്ങളുടെ നാവെടുത്ത് പെരുമാറുണ്ടെങ്കിൽ നല്ല വാക്കായിരിക്കണം പറയുന്നത്, മോശം വാക്കുകൾ പറയരുത്, ചീത്ത പറയരുത്, ആരെയും ചീത്ത പറയരുത്, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്ത് പറയരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ആയത്ത് അഹ്സാബ് സൂറത്തിൽ 7-ാമത്തെ ആയത്താണ്. പിന്നെ ഇനി ഹുജറാത്ത് സൂറത്തിൽ 12-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത് നോക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഗുജറാത്ത് സൂറത്തിലെ 12-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഊഹങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ഊഹങ്ങൾ അധികവും നിങ്ങൾ ഒഴിവാക്കണം. ഊഹം വെച്ച് പുലർത്തരുത്, അങ്ങനെ ജീവിക്കരുത്. ഊഹം വളരെ ദോഷം ചെയ്യും. ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ, കാരണം ലെന്നിൽ നിന്ന് ചിലതൊക്കെ കുറ്റകരമായ ലെന്നാവും. ഊഹം നമ്മൾ ഊഹിക്കുക, അങ്ങനെയുള്ള കാര്യമുണ്ടല്ലോ. അത് ചില ഊഹം തെറ്റായി. വലാ തജസ്സസൂ, നിങ്ങൾ ചാരപ്രവർത്തനം നടത്തരുത്. വലാ യഗ്തബ് ബഅദുക്കും ബഅദാ, പരസ്പരം ഗീബത്ത് പറയാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ നിന്റെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവൻ്റെ മാംസത്തിനോട് സമമായിട്ടാണ് ഇതിനെ ഖുർആൻ പറയുന്നത്. അയ്യുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ, സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം തിന്നാൻ നിങ്ങളാരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമൂഹു, നിങ്ങൾ വെറുക്കുന്നതാണത്. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വയുള്ളവരാവണമെന്ന് സൂക്ഷിക്കണം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തവ്വാബുൻ, പശ്ചാത്താപം സ്വീകരിക്കുന്നവനും റഹീമും, കരുണാനിധിയുമാണ്. അപ്പോൾ ഈ 2 ആയത്തും 2 ഹദീസും ഈ വിഷയമായിട്ട് പറഞ്ഞു. ഇതെല്ലാം കെയർ ചെയ്തുകൊണ്ടാണ് സാലിഹ്യങ്ങളും ഔലിയാക്കന്മാരും നോമ്പെടുക്കുന്നതും അവർ ജീവിച്ച് മുന്നോട്ട് പോകുന്നതും. ഇത് നമുക്കൊരു ഗുണപാഠമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതൊരു ഗുണപാഠമാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 3-ാമത്തെ കാര്യം, കഫ്ഫുസ് സമയനിൽ സവായിലാ കുല്ലി മക്റൂഹിൻ, എല്ലാവിധ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കണം. നമ്മൾ കേൾവി അത്തരം കാര്യങ്ങൾ കേൾക്കാൻ പാടില്ല. പിന്നെ 4-ാമത്തെ കാര്യം, കഫ്ഫു ബഖിയത്തുൽ ജവാരിഹി അനില്ലാത്ത, കുറ്റകൃത്യങ്ങളിൽ നിന്ന് മറ്റുള്ള അവയവങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. മറ്റുള്ള അവയവങ്ങൾ ഏതാ? കണ്ണ്, നാവ്, ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു.
പിന്നെ കണ്ണ്, നാവ്, കേൾവി. ഈ 3 പറഞ്ഞു കഴിഞ്ഞു. ഇനി 3 ഉള്ളത്. അത് കഫ് ബഖിയത്തിൽ ജവാരിഹി അനില്ലാസ, കുറ്റകൃത്യത്തിൽ നിന്ന് മറ്റവയവങ്ങളെ സൂക്ഷിക്കുക. അത് കയ്യും കാലും. ഇനിയുള്ളത് കയ്യും കാലും സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒരായത്ത് യാസിൻ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അൽയൗമ, ഇന്ന് ഖിയാമത്ത് നാളില് അന്നാ ദിവസത്തെ കാര്യം പറഞ്ഞത്. നഖ്തിമു, നമ്മൾ സീല് വയ്ക്കും, അലാ അഫ്വാഹിഹിം, അവരുടെ വായക്ക് സീല് വെക്കും. എന്നിട്ടോ തുക്കല്ലിമുന, നമ്മളോട് സംസാരിക്കും, ഐദീഹിം, അവരുടെ കൈകൾ. നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല, വായ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അന്ന് ഖിയാമത്ത് നാളിലെ കാര്യം പറഞ്ഞു. നാവ് കൊണ്ട് സംസാരിക്കുന്നതിന് പകരം കൈയാണ് സംസാരിക്കുന്നത്. കൈ ചെയ്ത അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ കൈയെടുത്ത് പറയും. ആ കൈയിനെ സഹായിക്കാൻ നടന്നു പോയ സഹായങ്ങളൊക്കെ ചെയ്ത ആളുണ്ടല്ലോ, അതാരാ? കാല്. ആ കാല് തശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും. ഞാൻ ഇങ്ങനെ നടന്നു പോയിട്ടാണ് ആ കുറ്റം ചെയ്തത്, ഈ കുറ്റകൃത്യം ചെയ്തത് എന്നൊക്കെ കാല് സാക്ഷി നിൽക്കുകയും ചെയ്യും. ഇങ്ങനൊരവസ്ഥ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ബഖിയത്തുൽ ജവാരിഹിന് പിന്നെ മറ്റുള്ള അവയവങ്ങളെ കുറ്റകൃത്യത്തിൽ നിന്ന് സംരക്ഷിക്കലും അനിവാര്യമാണ്. പിന്നെ അപ്പോൾ ഈ 4 കാര്യം അങ്ങനെയായി. ഇതെല്ലാം സൂക്ഷിച്ചുകൊണ്ടാണ് ഔലിയാക്കന്മാരും സാലിഹ്യങ്ങളും ജീവിച്ച് മുന്നോട്ട് പോയിരുന്നത്, നോമ്പ് നോക്കിയിരുന്നതൊക്കെ. അല്ലാ യുക്തിൽ ഹലാൽ എന്ന ഫിത്തരി, നോമ്പ് മുറിക്കുമ്പോൾ ഭക്ഷണം നല്ല ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. നല്ല ഭക്ഷണം തന്നെ കഴിക്കാനും പാടുള്ളൂ. ഹറാമായ ഭക്ഷണം നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു ലവലേശം പോലും കൊടുക്കാൻ പാടില്ല. ഹറാമായ ഭക്ഷണം ഒരു നിലക്കും ഉപയോഗിക്കാൻ പാടില്ല. എനിക്കും ഉപയോഗിക്കാൻ പാടില്ല, എൻ്റെ വേണ്ടപ്പെട്ടവർക്കും ഉപയോഗിക്കാൻ പാടില്ല, അവർക്ക് കൊടുക്കാനും പാടില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അപ്പോൾ ഹലാലായ ഭക്ഷണം തന്നെ ഇഷ്ടം പോലെ കഴിക്കാമെന്ന് വിചാരിച്ചാൽ അതും പാടില്ല. ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം. വയറിൻ്റെ ഒരു ഭാഗം ഒഴിച്ചിടണമെന്നാണ് മഹാന്മാർ പറയുന്നത്. പിന്നെ ഭക്ഷണ രീതിയും അത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. പിന്നെ യുബഖിയ ഖൽബുഹു മുഅല്ലഖൻ ബിഖാലിഖിഹി, എപ്പോഴും അല്ലാഹുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുക. ഹൃദയത്തിൻ്റെ ബന്ധം, അല്ലാഹുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുക. എങ്ങനെ? ബൈനൽ ഖൗഫി വറജായി, ആഗ്രഹവും പ്രതീക്ഷയും നിലനിർത്തിക്കൊണ്ട് അള്ളാഹുമായുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവിന് തെറ്റ് ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും എന്നുള്ള ഭയവും, പിന്നെ അള്ളാഹു എനിക്ക് പല റഹ്മത്തുകളും ചെയ്തിട്ടുണ്ട്, ഇനിയും അവൻ ചെയ്യും, അള്ളാഹു എനിക്ക് ചെയ്യും എന്നുള്ള ആഗ്രഹവും അള്ളാഹുവിനെ പറ്റി ഉണ്ടാവണം. ഇങ്ങനെ ഈ 2 ഖൗഫും റജാവും ഇടയ്ക്ക് മനുഷ്യൻ ജീവിക്കേണ്ടത്. ആ ബന്ധം അള്ളാഹുമായിട്ട് നിലനിർത്തുക. അങ്ങനെ 6 കാര്യം. ഈ വിഷയം യഹ്യാ ഉലൂമുദ്ദീൻ റസാലി ഇമാമ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം അദ്ദേഹത്തിന് പറയാനുള്ള ഇത് ആയത്തും ഹദീസും ബേസ് ചെയ്ത് തന്നെ പറഞ്ഞത്. യഹ്യാ ഉലൂമുദ്ദീൻ വലിയൊരു ഗ്രന്ഥമാണ് കേട്ടോ. ഇസ്ലാമിക കാര്യങ്ങളിൽ ഇത്ര വലിയൊരു ഗ്രന്ഥം, ഇത്ര അധികം മാലൂമാത്തുള്ളൊരു ഗ്രന്ഥം, ഖുർആനും ഹദീസിനും നമ്മൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ഉള്ളൊരു ഗ്രന്ഥം, ഇത് വലിയ ഗ്രന്ഥമാണെന്ന് തന്നെ പറയാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ഫലവത്തായ കാര്യങ്ങളാണ്. എന്തെല്ലാം കാര്യങ്ങൾ അതിൽ പറയുന്നത്. 4 വിധമാക്കിയിട്ടാണ് അത് ഇതിലുള്ള പ്രതിപാദന വിഷയങ്ങൾ, അതിൻ്റെ കണ്ടന്റ് ഓരോന്നിലും. അതായത് റുബുഉൽ ഇബാദാത്ത്, റുബുഉൽ ആദാത്ത്, റുബുഉൽ മുഹ്ലിക്കാത്ത്, റുബുഉൽ മുൻജിയാത്ത്, ഇങ്ങനെ 4 ഐറ്റമാണ്. ഓരോ ഐറ്റത്തിലും 10 കിതാബ് വീതമുണ്ട്. 10 കിതാബിൽ ഓരോ കിതാബിലും എന്തെല്ലാം മാലൂമാത്തുകളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത്ര വലിയൊരു ഗ്രന്ഥം. ഇത് അദ്ദേഹം രചിച്ചത് ഹിജ്റ 454 അദ്ദേഹം ജനിച്ചത്. 45 അദ്ദേഹം ജനിച്ച 505 മരിക്കുകയും ചെയ്തു. തൂസ് എന്ന പട്ടണത്തിലാണ് ജനനം.
ഈ യഹ്യ ഉലൂമുദ്ദീൻ അദ്ദേഹം രചിച്ചത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലുള്ള കാലത്താണ്. 3095 പേജാണ് ഇതിലുള്ളത്. യഹ്യ ഉലൂമുദ്ദീനിൽ മൊത്തമുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഞാനത് പറയുന്നത് മാത്രം. 3095 പേജുകളുണ്ട്. 16 ജുസു ആയിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. ഇത് 6 വാള്യങ്ങളിലായിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. 6 വാള്യങ്ങളിൽ 16 ഭാഗങ്ങളാക്കി തിരിച്ച 3095 പേജുകളാണ് ഇതിലുള്ളത്. അതിലുള്ളതെല്ലാം എൽമുകളാണ്, വിലപ്പെട്ട എൽമുകളാണ്. എല്ലാം ഖുർആനും ഹദീസൊക്കെ ബേസ് ചെയ്ത് തന്നെയാണ്. അതിൽ അദ്ദേഹം പിന്നെ ഒരു കാര്യം മാത്രമാണ് പണ്ഡിതന്മാർ പറയുന്നത്, ലൈഫായ ഹദീസുകളാണ് കൂടുതലും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറയുന്നത്, ഹദീസിൻ്റെ കാര്യത്തിൽ ഞാൻ പിന്നെ വല്ലാതെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നിരുന്നാലും ലൈഫായ ഹദീസാണെങ്കിലും റസൂല് പറഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥമില്ല. പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ ലൈഫായ ഹദീസ് എന്നല്ല പറയാം, മൗലൂആയ ഹദീസ് എന്നാ പറയാം. റസൂല് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറയാം മൗലൂആയ ഹദീസ്, കള്ള ഹദീസുകൾ എന്നാ പറയാം. ഇത് ലൈഫായ ഹദീസാണ്. ലൈഫായ ഹദീസ് റസൂല് പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് സനദ് നോക്കിയിട്ട് തീരുമാനിക്കുന്നതാണ്. അപ്പൊ സനദിൽ ഉണ്ടായിട്ടുണ്ട്, സനദ്. അതാണ് ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ. സനദ് അല്ലാതെ പറഞ്ഞിട്ടില്ല എന്നതിനർത്ഥം വരില്ല. എന്നാലോ പിന്നെ പറഞ്ഞു എന്നുള്ളതിന്, റസൂല് പറഞ്ഞു എന്നുള്ളതിന് അല്പം ലുഴഫുണ്ട് എന്നർത്ഥം. ഇത് വന്ന വഴി ലുഴഫുള്ളതാണ്, അതുകൊണ്ട് ലൈഫായതാണ്. അപ്പോൾ ഏതായിരുന്നാലും വളരെയധികം വലിയൊരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പണ്ട് 1974-78 കാലഘട്ടത്തിൽ അഫ്ളൽ ഉലമയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു യഹ്യ ഉലൂമുദ്ദീൻ്റെ കുറച്ച് ഭാഗം. അതുപോലെ ഖുർആൻ 15 ജുസു. പിന്നെ ഇന്നുള്ള അഫ്ളൽ ഉലമയ്ക്ക് അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഗസാലി ഇമാമിൻ്റെ തന്നെ അൽ മുസ്തസ്ഫറിൽ ഗസാലി എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബുണ്ട്. അത് ഉസൂൽ ഫിഖ്ഹിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു കിതാബ്. അതുണ്ടായിരുന്നു അക്കാലത്തുള്ള. അൽ മുങ്കദ് മിനൽ ദലാൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു കിതാബുണ്ട്. ഇതെല്ലാം ഗസാലിയുടെ, ഇമാം ഗസാലിയുടെ ഈ കിതാബുകളെല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു സമയത്ത് 74-78 കാലഘട്ടത്തിൽ അതിൻ്റെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അഫ്ളൽ ഉലമയ്ക്ക് പഠിക്കുന്നവർ ഇത് പഠിക്കാതെ പാസ്സാവില്ല, അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇത് കൂടാതെ തന്നെ അൽ ഖിസാസുൽ മുസ്തഖീം എന്ന് പറയുന്ന ഇങ്ങനെ ഞാനിപ്പോൾ വായിച്ചത് ഇതിൽ ചില കിതാബുകൾ മാത്രം, അദ്ദേഹത്തിൻ്റെ കിതാബുകൾ. വളരെയധികം കിതാബുകൾ രചിച്ച ആളാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനെ സംബന്ധിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ നോമ്പിനെ പറ്റിയുള്ള തുടർച്ച 2 വീഡിയോകളിലും കൂടി ഉണ്ടാവും. അതിൻ്റെ ശേഷമായിട്ട് നമ്മൾ അടുത്ത് വേറൊരു സൂറത്ത് സ്റ്റാർട്ട് ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.